നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? The main function of public relations department is to build up popular goodwill for the administrative activities and to conduct themselves in their dealing with the public to secure their cooperation. ഇപ്പോൾ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് പോപ്പുലർ ഗുഡ്വിൽ, ഇപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായുക, ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് ടു കണ്ടക്ട് ദംസെൽസ് ഇൻ ദെയർ ഡീലിംഗ് വിത്ത് ദ പബ്ലിക് ടു സെക്യൂർ ദെയർ കോപ്പറേഷൻ. അത് തന്നെ ജനങ്ങളുടെ ഒരു സഹകരണം നേടിയെടുക്കുക. ഇപ്പം ജനങ്ങളിൽ നിന്ന് നല്ലൊരു ഇമേജ് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരിക, അതുപോലെ ജനങ്ങളുമായി നല്ലൊരു സഹകരണ മനോഭാവം വളർത്തിയെടുക്കുക. So in this sense, every public officials and employees are public relations men. അപ്പം നമ്മുടെ എല്ലാ ഒഫീഷ്യൽസും അല്ലെങ്കിൽ എംപ്ലോയീസും എങ്ങനെ ആയിരിക്കണം? പബ്ലിക് റിലേഷൻസ് മെൻ ആയിരിക്കണം. അതായത് ജനങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള വ്യക്തികളായിരിക്കണം. ദേ ആർ ക്രിയേറ്റിംഗ് പബ്ലിക് ഇംപ്രഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ. ഇപ്പം ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. ആരുടെ ഇംപ്രഷനാണ്? ജനങ്ങളുടെ ഇംപ്രഷൻ. ഏതിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. സോ ദ മെയിൻ ഫങ്ഷൻ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ മേ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ ഈസ് റിലീസ് ഡിപ്പാർട്ട്മെൻറ്റൽ ന്യൂസ്. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ന്യൂസ് റിലീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. സോ പ്രസ് ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഓർഗൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഏത്? പ്രസ്. The government has therefore maintaining good relations with it by providing it full information regarding the departmental policy as well as program. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ പോളിസികളാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രോഗ്രാമുകളാണെങ്കിലും നമ്മൾ ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രസ്സിനാണ്. അപ്പോൾ പ്രസ്സിലൂടെയാണ് അത് എവിടെ എത്തുന്നത്? അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയാണ് എവിടെ എത്തുന്നത്? ജനങ്ങളിലേക്ക് എത്തുക. ഇനി അടുത്ത നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലനേഷൻസ്, വിശദീകരണം നൽകുന്നു. So the legislative statutes as well as the government rules and regulations are made by legal luminaries. These statutes and rules are not be easily understandable for common man. ഇപ്പം നമ്മുടെ ലെജിസ്ലേറ്റീവ് സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ നിയമങ്ങൾ, അപ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് പലപ്പോഴും അറിവില്ലാത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവാൻ ആക്കുക എന്ന ഡ്യൂട്ടിയും നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ദെയർഫോർ ഫർണിഷസ് റിക്വയർഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇലസ്ട്രേഷൻ ടു മേക്ക് ദം ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇലസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ആര്? പബ്ലിക് റിലേഷൻസ് ഓഫീസർ. തേർഡ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. For all social activities, the department has to depend upon understanding and cooperation of the people. The background information of the administrative decision is provided to the people to gain their confidence. ഇപ്പോൾ ഗവൺമെൻറ് ഇന്ന പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുന്നു? ജനങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ജനങ്ങളിൽ നിന്നും ഒപ്പീനിയൻ കളക്ട് ചെയ്യാൻ കഴിയുന്നു. ആർക്ക്? നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ. And fourth one is persuasion, പ്രേരണ. At the time of national crisis, the government needs more public cooperation. ഇനി നാഷണൽ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ നല്ല പിന്തുണ വേണം, അല്ലേ? സംടൈംസ് പീപ്പിൾ ആർ കാൾഡ് അപ്പോൺ ടു ഹെൽപ്പ് ദ ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാറുണ്ട് ആര്? പബ്ലിക് റിലേഷൻസ് ഓഫീസർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലഡ് വന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സാധാരണ ജനങ്ങൾ ഒരുപാട് പണം ആർക്ക്? ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ആരിലൂടെയാണ്? ത്രൂ പബ്ലിക് റിലേഷൻസ് ഓഫീസർ. ആൻഡ് സോ ഇപ്പോൾ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹകരണം ഗവൺമെൻറ്റിന് വേണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ദ പീപ്പിൾ ക്യാൻ ആസ്ക് ടു മേക്ക് ഗ്രേറ്റർ സാക്രിഫൈസ് ഫോർ ദെയർ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. And through public relations, the government tactfully persuade the people to make this sacrifice willingly. ഇപ്പോൾ സ്വമേധയ നമ്മൾ വില്ലിങ്ങിനോട് കൂടി ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വളരെ ടാക്റ്റ്ഫുള്ളായിട്ട് നടത്തുന്ന ആരാണ്? നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. ഫിഫ്ത്ത് വൺ ഈസ് ഡയറക്റ്റ് സെയിൽ.
ടുഡേ ദ ഗവൺമെൻറ് ഹാസ് ആൾസോ ബിക്കം എ മർച്ചൻറ്റ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ആരായി മാറിക്കൊണ്ടിരിക്കുകയാണ്? ഒരു മർച്ചൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായിട്ട്. ഇറ്റ് ഈസ് ഡൂയിങ് ബിസിനസ് ലൈക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ചെയ്യുന്ന ആ ബിസിനസ് പോലെ ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റും എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ബിസിനസ്. സോ ദ പബ്ലിക് കോർപ്പറേഷൻസ് ആൻഡ് അതർ public corporations and enthusiastic support of the people than by compulsion. Direct sale. Today the government has also become a merchant. It is doing business like private individual. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ഒരു മർച്ചൻ്റായിട്ട് മാറുന്നു. ആര് പോലെ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പോലെ. ദ പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് അതർ പബ്ലിക് എൻ്റർപ്രൈസസ് ഏജൻസി എൻഗേജ് ഇൻ ഡയറക്റ്റ് ബിസിനസ് മെത്തേഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ പ്രൈവറ്റിനെ പോലെ പബ്ലിക് എൻ്റർപ്രൈസുകളും ഇന്ന് അഡ്വർടൈസ്മെൻറ്റിലൂടെ ഓരോ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? വിൽക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ദേ ഹാവ് ടു അട്രാക്ട് ദ ബിസിനസ് ആൻഡ് കീപ് ദെയർ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് അവെയർ ഓഫ് ദ ഫെസിലിറ്റീസ് ദേ ക്യാൻ എൻജോയ്. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസാണ് അവൈലബിൾ ആണത്? അപ്പോൾ കൺസ്യൂമേഴ്സിന് അങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്.